നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ SVT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, കുട്ടികളിലൊക്കെ ധാരാളം ലഹരിയുടെ ഉപയോഗവും പലതരത്തിലുള്ള അഡിക്ഷൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതെങ്ങനെ ആണ് ഓവർകം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അതിനകത്ത് രക്ഷിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ടീനേജ് 12 വയസ്സ് മുതൽ 17, 18, 19 വയസ്സ് വരെയൊക്കെ ഉള്ള കാലഘട്ടം എന്ന് പറയുന്നത്, കുട്ടികളെ നമ്മളൊരു ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റിയൊരു പ്രായമല്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, അവരുടെ അടുത്ത് ആവർത്തിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ ചെയ്യുമെന്നാണ്. ആക്ച്വലി അത് അവർ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും ചെയ്യണ്ട എന്നുള്ള രീതിയിലേക്ക് അവരുടെ മനസ്സ് പോകുന്ന ഒരു പ്രായത്തിലാണ് അവരുള്ളത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ കുട്ടികളുടെ ചിന്തയെ ആഴത്തിൽ സ്വാധീനിക്കുന്ന രീതിയിൽ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് റാഷണലായിട്ട് അവരോട് സംസാരിക്കാൻ, റീസണബിളായിട്ട് അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പല പാരൻസും അതുപോലെ തന്നെ അധ്യാപകരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ ഇമോഷണലി നിർബന്ധിക്കുക, അല്ലെങ്കിൽ പല രീതിയിൽ അവരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് വളഞ്ഞ വഴികൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഒരു 10 വയസ്സിന് മുന്നേ ഒക്കെ ഒരു പക്ഷേ അത് നടക്കുമായിരിക്കും. പക്ഷേ 10-12 വയസ്സൊക്കെ കഴിയുമ്പോൾ അത് പ്രാക്ടിക്കലി നടപ്പിലാവുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഈ അധ്യാപകരും രക്ഷകർത്താക്കൾക്കും കുട്ടികളുമായിട്ടുള്ളൊരു ബന്ധത്തെ അത് അകറ്റുന്നു, അല്ലെങ്കിൽ അതിനിടയിൽ ഒരു വിഘാതം സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുട്ടികൾ പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കി അവരോട് നമ്മൾ ഇടപെടുകയാണെങ്കിൽ, അവരോട് സംസാരിക്കുകയാണെങ്കിൽ, റാഷണലായിട്ട് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, അതിൻ്റെ കാര്യകാരണ സഹിതം നമ്മൾ അവരോട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, അവർ കുറേ കൂടെ കൺവിൻസ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. എപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗുഡ് മോട്ടിവേറ്റർ അല്ല. നമ്മൾ ആരെയും നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നത് നല്ല രീതിയിലുള്ള റിസൾട്ട് ഒരിക്കലും ഉണ്ടാക്കത്തില്ല എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ പല കുട്ടികൾക്കും പാരൻസും അതുപോലെ തന്നെ അധ്യാപകരും ഫാൾസ് ആയിട്ടുള്ള ഹോപ്പും മോട്ടിവേഷൻസും കൊടുക്കാറുണ്ട്. നീ പഠിക്കാത്തത് കൊണ്ടാണ് മാർക്ക് കിട്ടാത്തത്, അല്ലെങ്കിൽ നീ പഠിച്ചു കഴിഞ്ഞാൽ എന്തും നടക്കും, നീ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഫാൾസ് ആയിട്ടുള്ള ഹോപ്പാണ് കൊടുക്കുന്നത്. യാഥാർത്ഥ്യം എന്താണ്? ഇപ്പോൾ ഒരു ക്ലാസ്സിലെ 60 കുട്ടികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നന്നായി പഠിക്കാൻ പറ്റുന്ന എബിലിറ്റി ഉള്ള കുറച്ച് കുട്ടികളുണ്ടാവും, ഒട്ടും പഠിക്കാൻ പറ്റാത്ത കുറച്ച് കുട്ടികളുണ്ടാവും, ഇതിനിടയിൽ ബാക്കിയുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള കഴിവ് ഒരുപോലെ അല്ല എന്നുള്ളത് അധ്യാപകരും അതുപോലെ തന്നെ രക്ഷകർത്താക്കളും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. ഇപ്പോൾ നമ്മൾ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ ആവരുത് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഇന്നേറ്റായിട്ടുള്ള എബിലിറ്റി കുറേ കൂടെ ഹാർനസ് ചെയ്ത് കുറേ കൂടെ ബെറ്ററാക്കി എൻകറേജ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ നടത്തേണ്ടത്. ഇപ്പോൾ സ്കോറിനും ഗ്രേഡിനും വേണ്ടി മാത്രം മോട്ടിവേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ പ്രഷർ ചെയ്യാതെ അവരുടെ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റിന് കൂടുതലായിട്ടുള്ള പ്രാധാന്യം അധ്യാപകരും രക്ഷിതാക്കളും കൊടുക്കുകയാണെങ്കിൽ, അനാവശ്യമായിട്ടുള്ളൊരു പ്രഷർ കുട്ടികളുടെ ഉള്ളിൽ മൗണ്ട് ചെയ്യുന്നത് ഒഴിവാക്കാനും, അത് അല്ലെങ്കിൽ അവരെന്താ സംഭവിക്കുക, അങ്ങനെ പ്രഷർ ഉണ്ടാകുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കും. അങ്ങനെയാണ് പല കുട്ടികളും ലഹരിയുടെ മാർഗത്തിൽ എത്തുന്നത് എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. പിന്നെ ഈ ലഹരി എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ തന്നെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉറക്കക്കുറവുണ്ടോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, കൃത്യമായിട്ട് ക്ലാസ്സിൽ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ മുൻപ് എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മുമ്പ് പോസിറ്റീവായിട്ട് കണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോഴും പോസിറ്റീവായിട്ട് കാണുന്നു, എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തെങ്കിലും താല്പര്യക്കുറവുകളുണ്ടോ, അപ്പോൾ അതൊക്കെ തന്നെ ആ ലഹരി ഉപയോഗത്തിൻ്റെ സാധ്യതയുണ്ട്. അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ടീനേജിൽ കുട്ടികളുടെ ബിഹേവിയറൊക്കെ പെട്ടെന്ന് മാറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതൊക്കെ തന്നെ അത് നിങ്ങൾ ഒരിക്കലും മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യരുത്. ഈ
ലഹരിയുടെ ഉപയോഗം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് കളയരുത്. പ്രോപ്പറായിട്ട് കുറേ കൂടെ സീരിയസ് ആയിട്ട് ആഴത്തിൽ സിൻസിയറായിട്ട് നമ്മളതിനെ സമീപിച്ചാൽ, ഡീപ്പായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികളെ കുറേ കൂടെ സീരിയസ് ആയിട്ടും സിൻസിയറായിട്ടും ഹോപ്പ്ഫുള്ളായിട്ടും കണ്ടുകൊണ്ട് ഇടപെടുകയാണെങ്കിൽ കുറേ കൂടെ നല്ലൊരു ഇൻ്റർവെൻഷൻസ് അവിടെ കൊടുക്കാനും നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാനും നല്ല ഒരു സൊസൈറ്റി വാർത്തെടുക്കുന്നതിന് അവരെ ഉപയോഗിക്കാനും കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.